നമ്മുടെ കേരളത്തിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് തന്നെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലടക്കം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭജൻ ഗ്രൂപ്പുണ്ട്, നന്ദഗോവിന്ദം ഭജൻസ്. നന്ദഗോവിന്ദം ഭജൻസ് മാത്രമല്ല, ത്രയംബകം ഭജൻസ് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി ഭജൻസ് ഉണ്ട്. സ്ത്രീകൾ മാത്രമായി നടത്തുന്ന ഭജൻസ് ഗ്രൂപ്പുകളാണ്. അങ്ങനെ ഹിന്ദുക്കളെ മൊത്തത്തിൽ ഹരം കൊള്ളിക്കുന്ന അതിലൊരു പ്രത്യേകതയുണ്ട്. യുവജനങ്ങളാണ് ഈ ഭജൻസ് എല്ലാം തന്നെ നയിക്കുന്നതും എന്നതും വലിയൊരു പ്രത്യേകതയാണ്. പക്ഷേ ഇതിലെല്ലാം വിരളി പിടിച്ചിരിക്കുന്ന കുറേ ജിഹാദികൾ, അതോടൊപ്പം തന്നെ കുറേ CPM നേതാക്കൾ, കുറേ CPM അണികളുണ്ട്. നമുക്കറിയാം, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് BJP ഹിന്ദുത്വത്തെ വലിയ രീതിയിൽ തന്നെ ഒരു ഹരം കൊള്ളിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ BJPയുടെ വലിയ സപ്പോർട്ട് ഈ നന്ദഗോവിന്ദൻ ഭജൻസിനും അതോടൊപ്പം തന്നെ മറ്റ് ഭജൻസ് ഗ്രൂപ്പുകൾക്കുണ്ട്. BJPയുടെ വലിയ പ്രവർത്തനങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിലുണ്ട്. ഈ യുവജനങ്ങൾ മൊത്തത്തിൽ ഈ ആത്മീയതയിലേക്കും അതോടൊപ്പം തന്നെ ഹിന്ദു ഭജൻസിലേക്കും വലിയ രീതിയിൽ ലയിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നന്ദഗോവിന്ദൻ ഭജൻസ് ഉൾപ്പെടെയുള്ള ഈ ഭജൻ ഗ്രൂപ്പുകൾ ഈ BJPക്ക് ഒരു വളമായി മാറുമോ എന്നൊരു സംശയം CPMനുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഈ CPM വലിയ രീതിയിൽ ആദ്യകാലത്ത് തന്നെ വേടനെ പോലെയുള്ള ഈ ഡപ്പാങ്കുത്തും ഫ്രോഡ് പയ്യന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വേടന് പല വേദികളിലും പാടാനായിട്ട് അവസരം കൊടുത്തത്. പക്ഷേ വേടൻ്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവനും തെറിവാക്കുകൾ, തെറിപ്പാട്ടുകളാണ്. അങ്ങനെ അശ്ലീലം നിറഞ്ഞ പാട്ടുകൾ വേടൻ പറയുമ്പോൾ അത് യുവജനങ്ങൾക്ക് വലിയ രീതിയിൽ അത് കേൾക്കാനുള്ള താല്പര്യമില്ല. അത് തന്നെ നമുക്കറിയാം, വേടൻ്റെ പല പ്രോഗ്രാമുകളിൽ ഇപ്പോൾ വലിയ രീതിയിൽ ജനങ്ങളില്ല, യുവജനങ്ങളുടെ സാന്നിധ്യമില്ല. പക്ഷേ നന്ദഗോവിന്ദൻ ഭജൻസ് ഉൾപ്പെടെയുള്ള ഈ ഭജൻ ഗ്രൂപ്പുകൾ ക്ഷേത്രങ്ങളിൽ പാടുമ്പോൾ അല്ലെങ്കിൽ മറ്റു വേദികളിൽ പാടുമ്പോൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അത്രയും യുവജനങ്ങൾ ഈ ഭജൻസിനെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഇത് CPMനെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ CPM തന്നെ ഇപ്പോൾ ഒരു ഭജൻ ഗ്രൂപ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നു എന്ന ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ അമ്പലങ്ങളിലടക്കം ചെന്നുകൊണ്ട് ഈ CPMൻ്റെ തന്നെ ചില പാട്ടുകളുണ്ട്. അതായത് ഈ CPM തന്നെ പാടുന്ന അവരുടെ തന്നെ ഈ പൊളിറ്റിക്കൽ പാട്ടിനെയൊക്കെ ഭജൻ രൂപത്തിൽ പാടി ജനങ്ങളുടെ മുന്നിൽ ഒരു ഹരം കൊള്ളിക്കാനുള്ള ഒരു നീക്കം ഇവർ നടത്തുന്നുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെ ഈ ഹിന്ദുക്കളെ മൊത്തത്തിൽ CPMലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു നീക്കം, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം CPMന് വിജയിച്ചാലേ സാധിക്കുകയുള്ളൂ. ഒരു വിജയം അവർക്ക് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ സംഭവിച്ചതുപോലെ CPM തകർന്ന് തരിപ്പണമായി നിലം പരിശാകും. ഇനിയൊരു ജീവൻ അല്ലെങ്കിൽ ഒരു ജീവിതം CPMന് ഇല്ല. ഈ മൂന്നാം തെരഞ്ഞെടുപ്പാണ് CPMൻ്റെ ജയിക്കണോ അല്ലെങ്കിൽ CPM ജീവിക്കണോ മരിക്കണോ എന്ന രീതിയിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ നന്ദഗോവിന്ദൻ ഭജൻസ് വലിയ രീതിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക്, യുവജനങ്ങളുടെ മുന്നിലേക്ക് ആവേശം കൊള്ളിക്കുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി CPM ഒരു നീക്കം, ഒരു കളികൾ നടത്തുന്നുണ്ടെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ വരുന്ന അടുത്ത ആഴ്ച കൂടി തന്നെ നന്ദഗോവിന്ദൻ ഭജൻസ് പൂജപ്പുരയിൽ ഈ മുരുകഭക്തി സംഗമത്തിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. അവിടെയൊക്കെ CPM ഒരു അടി നടത്താൻ അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്താൻ കരുതി കൂട്ടി അതിനെ അലങ്കോലമാക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എന്ന ചെറിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഔദ്യോഗികമായ വിവരമല്ല. അങ്ങനെ ഒരു ശ്രമം CPMൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാലും നമുക്ക് ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇവർ അതിനെ തകർക്കാൻ വേണ്ടി കരുതി കൂട്ടി തന്നെ ഇറങ്ങുന്നതാണ്.